ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. യുകാറ്റിൻ്റെ 12ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ഇന്നലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചെയ്തു തീർത്തത്. 12 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ കണ്ടു. ഇനി നമ്മൾ 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നലെ പറഞ്ഞു നിർത്തിയ ആ വചനം വളരെ മനോഹരമായ വചനമാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 42ാമത്തെ വചനം. അവർ അതായത് അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പം നമ്മുടെ ഇടയിലും ഈ കൂട്ടായ്മയുടെ ഒരു വളർച്ചയുണ്ടാകും. നമ്മുടെ ഇടയിൽ ഒരു കൂട്ടായ്മയുണ്ടാകും. ഈ കൂട്ടായ്മയിൽ ഇതെല്ലാം സംഭവിക്കണം. നമ്മൾ പഠിക്കണം. പ്രബോധനം, സഭയുടെ പ്രബോധനങ്ങൾ, ഒപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥം ഒക്കെ നന്നായിട്ട് പഠിക്കുക. അവിടെ തെറ്റുപറ്റുകയില്ല. രണ്ടാമത് അവിടെ കൂട്ടായ്മ ഉണ്ടാവണം, പരസ്പരം പങ്കുവയ്ക്കലുണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം. അപ്പം ഇപ്പം അപ്പം മുറിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി മാത്രം കൂടുന്നതല്ല കൂട്ടായ്മ. പക്ഷേ അവിടെ മനസ്സ് തുറക്കുന്ന ഒരു അനുഭവം, പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ സ്നേഹം പടുത്തുയർത്താനായിട്ട്, പരസ്പര സ്നേഹം പടുത്തുയർത്താൻ, അവിടെ അതിലേക്കാണ് ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ചോദിക്കുന്ന ചോദ്യം 13ാമത്തെ ചോദ്യമാണ്. ക്യാൻ ദ ചർച്ച് എർ ഇൻ ദ ക്വസ്റ്റ്യൻസ് ഓഫ് ഫെയ്ത്ത്? സഭയ്ക്ക് തെറ്റുപറ്റും. വിശ്വാസ കാര്യത്തിൽ സഭയ്ക്ക് തെറ്റുപറ്റുമോ? ചോദ്യം ഇതാണ്. വിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളിൽ സഭയ്ക്ക് തെറ്റുപറ്റുമോ? ഒരിക്കലും ഇല്ല. സഭയ്ക്ക് തെറ്റുപറ്റുകയില്ല. കാരണം സഭ പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. സഭ പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. കാരണം സഭയിലൂടെ അവിടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, കർത്താവിൻ്റെ ഇടപെടലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയ്ക്ക് തെറ്റുപറ്റുകയില്ല. ഇനി അതിൻ്റെ കാര്യങ്ങളിലേക്ക് യുകാറ്റ് പറയുന്ന ഇതാണ്. വിശ്വാസത്തിൽ വിശ്വാസികൾക്ക് മുഴുവനും തെറ്റുപറ്റുകയില്ല. വിശ്വാസത്തിൽ വിശ്വാസികൾക്ക് മുഴുവനും തെറ്റുപറ്റുകയില്ല. എന്തെന്നാൽ ശിഷ്യന്മാരിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നും അവരെ സത്യത്തിൽ സൂക്ഷിക്കുമെന്നും യേശു അവരോട് വാഗ്ദാനം ചെയ്തു. യേശുവിൻ്റെ ഒരു വാഗ്ദാനം, ഞാനിതാ എൻ്റെ സഹായകനെ നിങ്ങളിലേക്ക് അയക്കും. ഞാൻ പോയി കഴിഞ്ഞാൽ ഉടനെ സഹായകനെ നിങ്ങളിലേക്ക്, അവൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അവൻ എല്ലാ കാര്യവും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കും. അപ്പം പരിശുദ്ധാത്മാവിനാൽ അവരെ സത്യത്തിൽ സൂക്ഷിക്കുന്നത് കർത്താവാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ആകുന്ന സഭ. ഇൻഡിവിജ്വലി നമുക്ക് തെറ്റുപറ്റാം. സഭയിലുള്ള ഓരോരുത്തർക്കും തെറ്റുപറ്റാം. പക്ഷേ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ, സഭ എന്ന നിലയിൽ ഒരിക്കലും തെറ്റുപറ്റുകയില്ല. കാരണം സഭയിൽ പരിശുദ്ധാത്മാവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ. എൻ്റെയും നിങ്ങളുടെയും സമൂഹത്തിൽ, അല്ലെങ്കിൽ ആ ദിവസം അടുത്ത് വരുന്നത് കാണുമ്പോൾ, സഭയിൽ ഒരുമിച്ച് കൂട്ടായ്മ ഉണ്ടാകുന്നത് കാണുമ്പോൾ ആ ദിവസം വരാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാകണം. ദേവാലയത്തിൽ പോകാൻ ഒരാഗ്രഹം ഉണ്ടാകണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഒരാഗ്രഹം ഉണ്ടാകണം. ആഗ്രഹത്തിൽ ആ പരിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ, ആ സഭയിലായിരിക്കുമ്പോൾ, ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഈശോയുടെ പരിശുദ്ധാത്മാവിനാൽ ഞാനും നിങ്ങളുമൊക്കെ നിറയും. ഇൻഡിവിജ്വലി തെറ്റുപറ്റാമെങ്കിലും ആ തെറ്റിൽ നിന്ന് ഒരു നേരിലേക്ക്, സത്യത്തിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.